Srishi's Healthy Kitchen. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനൊരു ഫാമിലി ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അനക്കൽ ചപ്പാത്തി കറി മട്ടർ പനീറാണ്. മട്ടർ പനീർ ഉണ്ടാക്കാൻ മാക്സിമം എല്ലാവർക്കും അറിയായപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ പഞ്ചാബി സ്റ്റൈലിലാണ്. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. I told you that no worries for chapati curries. When I'm here, every day I will bring a new chapati curries in front of you. Thank you so much for watching. Hey friends, today I'm going to make a very delicious, tasty, typical North Indian style Matar Paneer. That is green peas cottage cheese curry. So let's try how to make. Thank you so much for watching. Keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you. Please don't forget to press the bell icon to get notified whenever I post a new video. Thank you. ഇന്ന് നമ്മളിവിടെ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് അനന്തർ ചപ്പാത്തി കറി മട്ടർ പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പം റെസ്റ്റോറന്റ് സ്റ്റൈലില് മട്ടർ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് നോക്കാം. സോ ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ഫോർ മട്ടർ പനീർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ക്വാളിറ്റിയുടെ പനീർ ക്യൂബ്സ് ആണ്. നല്ല സോഫ്റ്റ് ആണ്. മറ്റു പനീർ ക്യൂബ്സ് ഒക്കെ ഞാൻ നേരത്തെ ഷായ് പനീർ പോസ്റ്റ് ചെയ്തിരുന്നു പറഞ്ഞതാണ്. ഞാൻ നോർമലി ക്വാളിറ്റിയുടെ ഇതാണ് മലായി പനീറാണ് വാങ്ങാറ്. അപ്പൊ ഇത് ഒരുപാട് സോഫ്റ്റും ഒരു ടേസ്റ്റിൽ നല്ലതുമാണ് മറ്റു പനീറിനെയൊക്കെ അപേക്ഷിച്ച്. ദെൻ നമുക്ക് വേണ്ടത് ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഗ്രീൻ പീസ് വേണമെങ്കിലും എടുക്കാം, ഫ്രഷോ ഫ്രോസണോ. ഓക്കെ. ദെൻ നമുക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു വലിയ ബിഗ് സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, അതായത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ ഒരു ഗ്രീൻ ചില്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി ആൻഡ് ഒരു 1 പീസ് ഗാർലിക്. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നല്ലതുപോലെ ചൂടായി. അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓൺലി 1 ടേബിൾ സ്പൂൺ, നോട്ട് മോർ ദാൻ ദാറ്റ്. നമുക്ക് ഈ ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആഡ് സ്ലൈസ്ഡ് ടൊമാറ്റോ, മിക്സ് ചെയ്യുക. ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് സോഫ്റ്റ് ആവേണ്ടിയിട്ട് സവാള ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക. 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക, 2 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോ നമ്മളുടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് സവാള ഇവിടെ വഴണ്ടിട്ടുണ്ട്. കളർ ഒന്ന് മാറി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി. നൗ വി ക്യാൻ ആഡ് ദ ചോപ്പ് ടൊമാറ്റോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. അതായത് ഉപ്പ് ഇടുമ്പോൾ ആ ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യരുത്, ഒരല്പം. കാരണം നമ്മൾ കറി വെക്കുമ്പോൾ സോൾട്ട് ആഡ് ചെയ്യും. ഡോണ്ട് ആഡ് ടു മച്ച് സോൾട്ട്. ഇനി ഒരു 3 മിനിറ്റ് ക്ലോസ് ചെയ്ത് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളുടെ ടൊമാറ്റോ സവാള നല്ലതുപോലെ വഴണ്ടു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ചൂടോടെ ഒരു കാര്യങ്ങൾ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, അപ്പോൾ അത് ബസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചു. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 2 to 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടാകുമ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം അതിനകത്തോട്ട്. ബി കെയർഫുൾ വൈൽ ആഡിങ്. മിക്സ് ചെയ്യുക ഒന്ന്. സോട്ടേ വൺസ്. കീപ് ഫ്ലെയിം മീഡിയം ടു ഹൈ. ഫ്ലെയിം അല്പം മീഡിയം ടു ഹൈ വെക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്നും നമുക്ക് ഡ്രൈ ആയി കിട്ടൂല. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് വേണം മസാല ആഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും.
ഇവിടെ ഒന്ന് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ. ചെക്ക് ചെയ്യണം നമ്മൾ എന്ത് വെച്ചാലും കേട്ടോ, അത് കരിഞ്ഞു പോകാതെ. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ദിസ് ഈസ് ജസ്റ്റ് ഫോർ കളർ. ഇത് അപ്പോൾ ഇതിനെക്കൊണ്ട് നമ്മുടെ നല്ല മുളക് കൂടിയാണ്, എരിവുള്ള മുളക് കൂടി പൊടിച്ചതാണ്. അപ്പോൾ അതിന് കുറച്ച് എരിവ് കാണും, പിന്നെ ബാക്കി കളറും കാണും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ Coriander powder, 1 teaspoon Garam masala. That's it. We don't need to add any extra masalas. നമുക്കിനി വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ആഡ് ചെയ്യണ്ട. ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി ബട്ടർ പനീർ മസാല ഇരിപ്പുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാണും. ആസ് എ ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 2 to 3 മിനിറ്റ് നമ്മളൊന്ന് ഇത് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി. ഇതിപ്പോ ഇനി ഹൈ ഫ്ലെയിം ആക്കേണ്ട കാര്യമില്ല നമ്മൾ മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഓൾറെഡി ടൊമാറ്റോ ഒക്കെ വഴണ്ടതാണ്. അപ്പൊ ഇതിലോട്ട് നമുക്കിനി നമ്മളുടെ ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ആഡ് ചെയ്യുന്ന വെള്ളം കഴിയുന്നതും ചൂടുവെള്ളം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമാണ്, ഒരല്പം തണുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോ ഞാനിവിടെ ഒരല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ, അത് മിക്സ് ചെയ്തില്ലേ, ആ വെള്ളം അതിൻ്റെ കൂടെ മിക്സി ഒന്ന് കഴുകി എടുത്തിട്ട് അതിലോട്ട് ഇനി ഫ്ലെയിം ഹൈ ആക്കുക. ലിറ്റിൽ സോൾട്ട്. നമുക്കിനി കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കുക, ഇത് ചെറിയ ഹോളിൽ കൂടി വീഴുന്നത് കൊണ്ട് ഒരുപാട് ഉപ്പ് വീഴുന്നു എന്ന് തോന്നരുത്. കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കുറച്ച് ഗ്രേവി വേണം, നമ്മുടെ ചപ്പാത്തിക്ക് ഒക്കെ ഗ്രേവി വേണമല്ലോ, അപ്പൊ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ആഡ് ചെയ്യാം. എത്രയും ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുക. കാരണം ഞാൻ ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മട്ടറാണ് എടുക്കണേ, എത്ര പനീറാണ് എടുക്കണേ, എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം മട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു 150 ഗ്രാം പനീറും. അപ്പൊ ഞാൻ നമുക്കൊരു 4 പേർക്ക് നല്ലതുപോലെ സെർവ് ചെയ്യാം. ഇത് 4 to 5 persons. ഇതിപ്പോ ഗ്രേവി ഈ ഒരു തിക്നെസ്സിലാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് അങ്ങ് കുറുകും, കട്ടിയാവും കുറച്ച്. അപ്പോൾ നമുക്കിപ്പം കുറച്ച് തിക്കായിട്ട് വെക്കാതെ ഇപ്പം ലൂസായിട്ട് വെക്കണം. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതുപോലെ മട്ടറൊക്കെ ചൂടായിരിക്കുന്ന സമയത്ത്, ചൂടാക്കി കഴിഞ്ഞിട്ട്, അതായത് ഗ്രീൻ പീസ് ചൂടാക്കിയിരിക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയിലോട്ടോ അല്ലെ ഇങ്ങനെ വഴറ്റി കഴിഞ്ഞൊക്കെ ഈ സമയത്ത് തണുത്ത വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് കുക്കൊക്കെ ആയി കഴിഞ്ഞിട്ട് ഗ്രീൻ പീസിലോട്ട് നമ്മൾ തണുത്ത വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ പീസ് അങ്ങ് ചുളുങ്ങും, ഇങ്ങനെ ഒട്ടി വരും, ചെറുതായി പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് ഒന്ന് ഇപ്പൊ തന്നെ വെള്ളം ആവശ്യമുള്ളത് ചേർക്കുക, പിന്നീട് തണുത്ത വെള്ളം ഇടയ്ക്ക് ചേർക്കരുത്. ഇപ്പൊ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 8 to 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. മട്ടർ വെന്തോ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പനീർ ആഡ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളുടെ മട്ടർ ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. 2-3 ടൈംസ് ഞാനൊന്ന് ചെക്ക് ചെയ്തു, അടിക്കാണ് പിടിച്ചോന്ന് ഇല്ല. അപ്പൊ നമ്മളുടെ ഈ ഗ്രേവി ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണം അങ്ങനെ തിക്കായി. ഈ സമയത്ത് നിങ്ങൾക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ മട്ടർ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാവുന്നതാണ്, വെന്തോ ഇല്ലയോ. ഞാൻ ചെക്ക് ചെയ്തു, മട്ടർ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മളുടെ പനീർ ക്യൂബ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്യുക. പനീർ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് കയ്യിലെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് കയ്യിലോട്ട് എടുത്തിട്ട് ഒന്ന് തിരുമിയിട്ടിടുക, ഒന്ന് ചെറുതായിട്ട്. ഒരുപാട്
തിരുമരുത്, ഒന്ന് ചെറുതായിട്ട് തിരുമിയിട്ടിടുക. 1 ടേബിൾ സ്പൂൺ. മിക്സ് ചെയ്യുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് ഒരു 2 to 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കണം. പനീർ ഇട്ട് കഴിഞ്ഞ് ഒരിക്കലും മോർ ദാൻ 2 to 3 മിനിറ്റ് കുക്ക് ചെയ്യരുത്. അപ്പൊ ആ പനീർ അങ്ങ് റബ്ബർ പോലെ ആയിപ്പോകും. മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് കളർ ആൻഡ് ഓൾ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. Isn't it looking very yummy? It's really delicious and restaurant style മട്ടർ പനീർ. മട്ടർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇതിലോട്ട് ഒരല്പം ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രഷ് ചോപ്ഡ് coriander leaves you can add. Now it's a very delicious മട്ടർ പനീർ, just like a restaurant style. അപ്പോൾ നമ്മളുടെ ഈ മട്ടർ പനീർ വളരെ ടേസ്റ്റിയാണ്. സോ ഇന്നത്തെ ഡിലീഷ്യസ് മട്ടർ പനീർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് സർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ട് സ്നാപ്പ് എടുക്കാം. നമ്മളുടെ അടിപൊളി മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്, പൊറോട്ടയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്, പ്ലെയിൻ വൈറ്റ് റൈസിന്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. നമുക്ക് ഇത് അതുപോലെ തന്നെ റുമാലി റൊട്ടി ആണെങ്കിലും ഈവൻ കുബൂസ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്രെഡിന്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ ഈസി ആൻഡ് ടേസ്റ്റി ഡിലീഷ്യസ് റെസ്റ്റോറന്റ് സ്റ്റൈൽ മട്ടർ പനീർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. അപ്പൊ നമുക്ക് ഫ്രഷ് കട്ട് ചെയ്ത കൊറിയൻഡർ ലീവ്സ് കൊണ്ട് ഗാർണിഷ് ചെയ്യുക. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. താങ്ക് യു.